Hi dears, welcome back to Xylem Learning and നിങ്ങളുടെ സ്വന്തം വിദ്യാഭ്യാസം. സോ നമ്മുടെ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. എല്ലാ കൊല്ലത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. മറ്റാരെ കുറിച്ചുമല്ല, നമ്മുടെ പ്ലാസ്റ്റിക്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പോളിമർ ആണ്, ഒരു സിന്തറ്റിക് പോളിമർ, ഒരു മനുഷ്യനിർമ്മിത പോളിമർ ആണ് നമ്മുടെ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്ലാസ്റ്റിക്സിനെ ഇവരുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും തെർമോ പ്ലാസ്റ്റിക്സ്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് പ്ലാസ്റ്റിക്സിനെ തരംതിരിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. തെർമോ പ്ലാസ്റ്റിക്സ് എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ ഇവരെ തരംതിരിച്ചിരിക്കുന്നത്? രണ്ടായിട്ട് തരംതിരിച്ചു അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തരംതിരിച്ചിട്ടുള്ളതെന്ന് അറിയോ? എന്റെ കുട്ടികളെ നോക്കിക്കേ. ബേസ്ഡ് ഓൺ ദി ചേഞ്ചസ് ഒക്കർ വൈൽ ഹീറ്റിംഗ്. അതായത് ചൂടാക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുന്നു, ചൂടാക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാസ്റ്റിക്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ തെർമോ പ്ലാസ്റ്റിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ പ്ലാസ്റ്റിക് that gets softened on heating and hardened on cooling. അതായത് ചൂടാക്കിയാൽ ഇവര് തണുക്കും, ചൂടാക്കിയാൽ ഇവര് സോഫ്റ്റ് ആവും, മൃദുലമായിട്ട് മാറും. പക്ഷെ തണുപ്പിച്ചാലോ ഇവര് ദൃഢമാകും, ഹാർഡായിട്ട് മാറും. അപ്പൊ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇവരെ ചൂടാക്കി മൃദുവാക്കാം, സോഫ്റ്റ് ആക്കാം. തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ ഹാർഡാക്കി മാറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു PVC പൈപ്പ് കൊണ്ട് നമ്മളൊരു പൈപ്പ് ലൈൻ ഇട്ടിരിക്കാം, PVC കണ്ടൊരു പൈപ്പ് ഇട്ടിരിക്കാം. നമുക്കത് മുറിച്ച് ചെറുതാക്കണം. നമ്മൾ എന്ത് ചെയ്യും? അത് കട്ട് ചെയ്ത് അതിനെ ചൂടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും അല്ലെ. രണ്ട് പൈപ്പുകളെ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ അത് ഹാർഡായിട്ട് മാറും. അങ്ങനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇവരുടെ ഷേപ്പ്, ഇവരുടെ ആകൃതി മാറ്റാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചൂടാക്കിയാൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ചൂടാക്കുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ കൂൾ ഡൗൺ ചെയ്താൽ, തണുപ്പിച്ചു കഴിഞ്ഞാൽ ഹാർഡായിട്ട് മാറും. ഇവരെയാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമ്പിൾസ് പഠിക്കാന്നുള്ളത് കേട്ടോ. തെർമോ പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ് പോളിത്തീൻ. പോളിത്തീൻ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കാറുള്ളത്? ഒരുപാട് യൂസസ് ഉണ്ട് അല്ലെ. ഡിഫറെന്റ് പാക്കറ്റുകൾ, ഇപ്പൊ നമുക്ക് ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്നത് പോളിത്തീൻ ബാഗ്സിലാണ്. പിന്നെ അതേപോലെ ട്യൂബ്സ്, കണ്ടെയ്നേഴ്സ്, പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി, പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോളിത്തീനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ്. മക്കളെ ഇവര് ഇലക്ട്രിക്കൽ വയറുകൾ, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ വയേഴ്സ്, പ്ലംബിങ്ങിന് വേണ്ടിയിട്ട്, ഷൂസ്, ഹാൻഡ് ബാഗ്, റെയിൻകോട്ട്, ബോട്ടിൽ, ഫർണിച്ചർ, അങ്ങനെ ഒരുപാട് യൂസസ് ആണ് നമ്മുടെ പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVCക്ക് ഉള്ളത്. ഇവരുടെ പ്രത്യേകത എന്താ? നമ്മുടെ പോളിത്തീൻ ആയിക്കോട്ടെ, PVC ആയിക്കോട്ടെ, നാച്ചുറൽ റബ്ബർ ആയിക്കോട്ടെ, റബ്ബറും ഒരു തെർമോ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ചൂടാക്കിയാൽ ഇവരെ സോഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇവരെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും റീയൂസ് ചെയ്യാം അല്ലെ. വീണ്ടും വീണ്ടും ഇവരെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മുടെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ്? തെർമോ സെറ്റായി പോയി. ഓക്കെ. അപ്പൊ ചൂടാക്കി കഴിഞ്ഞാൽ ഇവര് സോഫ്റ്റ് ആവും. പക്ഷെ വൺസ് ഇവരെ തണുപ്പിച്ചാൽ ഇവര് ഹാർഡൻ ആയിട്ട് മാറും. ഓക്കെ. ഇവരെ ചൂടാക്കുമ്പോൾ ഇവര് മൃദുവാകും, പക്ഷെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് ദൃഢമാവും. പക്ഷെ ഇനി ഒരിക്കലും നമുക്ക് ഇവരെ ചൂടാക്കി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വിച്ച് റിമൈൻസ് സോഫ്റ്റ് വെൻ ഹീറ്റഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഹാർഡൻ പെർമനന്റ്ലി ഓൺ കൂളിംഗ്. അതായത് തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെന്നേക്കുമായിട്ട് പെർമനന്റ് ആയിട്ട് ഹാർഡായി പോകും. പിന്നെ ഒരിക്കലും നമുക്ക് ഇവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ പുതിയ പുതിയ സാധനങ്ങൾ നിർമ്മിക്കാനോ ഒന്നും സാധിക്കില്ല. അതാണ് തെർമോ സെറ്റിംഗ്. ഒരു സെറ്റായി പോയി, തണുപ്പിച്ചപ്പോൾ ഒരു സെറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരിക്കലും നമുക്ക് റീമോൾഡ് ചെയ്യാൻ, വീണ്ടും മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഇതിന് എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റും മെലാമിനും. ബേക്കലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എവിടേക്കാ? നമ്മുടെ സ്വിച്ച്, പ്ലഗ്, അതേപോലെ ബട്ടൺസ്, നമ്മുടെ വീട്ടിലെ തേപ്പുപൊട്ടിന്റെ, പിന്നെ പാത്രങ്ങളുടെ പിടി, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ബേക്കലൈറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിലെ തേപ്പുപൊട്ടി ചൂടാകുമ്പോൾ ഉരുകി പോകുന്ന പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ചൂടത്ത് പിടിച്ച് തേക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ ചൂടാകുമ്പോൾ ഉരുകി പോയില്ല ഒരിക്കലും. വൺസ് ഇവരെന്ത് ചെയ്യാ? ഈ ബേക്കലൈറ്റും എല്ലാമിനൊക്കെ ഒരു തവണ ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവും. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഇവര് പെർമനന്റ്ലി ഇവര് ഹാർഡൻ ആവും. പിന്നെ എത്ര ചൂടാക്കിയാലും ഇവര് സോഫ്റ്റ് ആയിട്ട് മാറില്ല. ഓക്കെ. ഇനി മെലാമിൻ.
അൺബ്രേക്കബിൾ ക്രോക്കറി, ഒരിക്കലും പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് മെലാമിന് ഉപയോഗിക്കും. ഇതാണ് ബേക്കലൈറ്റും മെലാമിനും. അപ്പൊ തെർമോ പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ PVC, പോളിത്തീൻ, റബ്ബറും ഒക്കെ. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റും മെലാമിനും. അപ്പൊ എന്താണ് ശരിക്കും ആക്ച്വലി ഇവർക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം നമ്മുടെ തെർമോ പ്ലാസ്റ്റിക്സും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും കാണിക്കുന്നത്? മക്കളെ, തെർമോ പ്ലാസ്റ്റിക്സ് ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ, ഭൗതിക മാറ്റമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ചേഞ്ച് ആണ് അല്ലെ, താൽക്കാലിക മാറ്റമാണ്. അവിടെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ മാത്രം, തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റങ്ങൾ വരിക. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിസിക്കൽ ചേഞ്ചിനോടൊപ്പം തന്നെ കെമിക്കൽ ചേഞ്ചും കൂടെ നടത്തും. ഓക്കെ, രാസമാറ്റവും ഭൗതിക മാറ്റവും ഒന്നിച്ചാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് സംഭവിക്കുക. അപ്പൊ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം ഒരു പെർമനന്റ് ചേഞ്ച് ആണ്, ഒരു സ്ഥിരമാറ്റമാണ്. അത് ഇറിവേഴ്സിബിൾ ആണ് അല്ലെ, നമുക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഇവര് രണ്ടും രണ്ട് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും വെച്ച് കാണിച്ചു തരാം. ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കണേ. തെർമോസെറ്റിംഗ് ആൻഡ് തെർമോപ്ലാസ്റ്റിക്സ് ആർ ടു ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ്. ഓക്കെ, ഇത് രണ്ടും പ്ലാസ്റ്റിക്കിന്റെ രണ്ട് വകഭേദങ്ങളാണ്. ഹൗ ഡു ദേ ഡിഫർ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ എങ്ങനെ പറയും? തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആകും, കൂൾ ചെയ്യുമ്പോൾ ഹാർഡൻ ആകും. ആൻഡ് ദിസ് പ്രോസസ് ക്യാൻ ബി റിപ്പീറ്റഡ് ആസ് മച്ച് ആസ് വി വാണ്ട് അല്ലെ. അതായത് ചൂടാക്കുമ്പോൾ മൃദുവാകും, തണുപ്പിച്ചു കഴിഞ്ഞാൽ ദൃഢമാകും. ഈ ഒരു പ്രക്രിയ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആവർത്തിക്കാം. ഇതാണ് തെർമോപ്ലാസ്റ്റിക്. എക്സാമ്പിൾ ഏതാ? PVC, അതേപോലെ പോളിത്തീൻ. തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ചെയ്യുമ്പോൾ അവർ സോഫ്റ്റ് ആകും, ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. ബട്ട് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ്ലി ഇവർ ഹാർഡായി പോകും, എന്നേക്കുമായിട്ട് ദൃഢമായി പോകും. അപ്പൊ ഇത് ആവർത്തിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, ഒറ്റ തവണ നമുക്ക് ഇവരെ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇവര് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്നവയിൽ നിന്നും ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സിനെ തിരഞ്ഞെടുക്കണം. അപ്പൊ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത്. ബേക്കലൈറ്റും ഉണ്ട്, മെലാമിനും ഉണ്ട്. അപ്പൊ ഇവിടെ ആരാ ഉത്തരം? ഇവിടുത്തെ ഉത്തരം ബേക്കലൈറ്റ് ആണ് അല്ലെ. ബേക്കലൈറ്റ് ആണ് നമ്മുടെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. കേട്ടോ, 3 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത നോക്കിക്കോ, ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. തെർമോപ്ലാസ്റ്റിക്സ് ക്യാൻ ബി റീസൈക്കിൾ. തെർമോപ്ലാസ്റ്റിക്കുകളെ പുനഃചക്രമണം ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് സ്പെഷ്യാലിറ്റി ഓഫ് തെർമോപ്ലാസ്റ്റിക്സ്? തെർമോപ്ലാസ്റ്റിക്സിന്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താ കാരണം? എന്ത് പ്രത്യേകത കൊണ്ടാണ് ഇവരെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുക? തെർമോപ്ലാസ്റ്റിക്സ് ഫിസിക്കൽ ചേഞ്ച് ആണ് അണ്ടർഗോ ചെയ്യുന്നത് അല്ലെ. തെർമോപ്ലാസ്റ്റിക്സ് അണ്ടർഗോ ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം. ഭൗതിക മാറ്റം ആയതുകൊണ്ടാണ് എത്ര തവണമെങ്കിലും വേണമെങ്കിലും ആവർത്തിച്ച് ഈ ഒരു പ്രോസസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തത്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് തെർമോപ്ലാസ്റ്റിക്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം. പോളിത്തീൻ പറയാം, PVC പറയാം, റബ്ബർ പറയാം, ഏത് പറഞ്ഞാലും കറക്റ്റ്. ഇനി The use of plastics has given many benefits to mankind. പ്ലാസ്റ്റിക്സിന്റെ ഉപയോഗം മനുഷ്യർക്ക് ദോഷങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും കുറച്ച് യൂസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും 2 ഗുണങ്ങൾ പറയാന്നാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറയാം? ഒന്ന്, എനി ഫോം, വൈവിധ്യമാർന്നുള്ള രൂപങ്ങളിൽ ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് കിട്ടും. പിന്നെ എളുപ്പത്തിൽ നശിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇത് രണ്ട് ഗുണങ്ങളാണ്. ഇനി ബാക്കി 2 ഗുണം, കുറെ ഗുണങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 2 ഗുണങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പൊ മക്കളെ 3 മാർക്കിന് എല്ലാ കൊല്ലവും കൃത്യമായിട്ട് 3 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആകെ 20 മാർക്കിനാണ് കെമിസ്ട്രി. അപ്പൊ ഈ ഒരൊറ്റ ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പാണ്. സോ ഇതെന്റെ കുഞ്ഞുങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിക്സിന്റെ 2 ഗുണങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. ചക്കരമ്മ ബൈ.